അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് മീൻസ് നമ്മൾ ഒരു ഫംഗ്ഷനെ ആദ്യത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് dy/dx കിട്ടും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ ആ ഡെറിവേറ്റീവായിട്ട് കിട്ടിയ ഫംഗ്ഷനെ നമുക്ക് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. ആൻഡ് സോ ഓൺ. ഇപ്പം ഉദാഹരണത്തിന് y = x⁵5. ഇതിനെ ഞാൻ ആദ്യം തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് dy/dx കിട്ടും. അതിപ്പോൾ 5x⁴ ആയിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആളായിരിക്കും സെക്കൻഡ് ഡെറിവേറ്റീവ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് d²y/dx². ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഡിനോട്ടേഷൻ. എന്തായിരിക്കും ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ്? 5 കോൺസ്റ്റന്റ് ആണ്. x⁴ ന്റെ ഡെറിവേറ്റീവ് 4x³ അപ്പോൾ 20x⁵3 എന്ന് വരും. ഓക്കെ, ഇനിയും എനിക്ക് ഫർദർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തേർഡ് ഡെറിവേറ്റീവ് കിട്ടും. അതിനെ നമ്മൾ d³ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽസ് ടു 20 കോൺസ്റ്റന്റ് ആണ്. x³ ന്റെ ഡെറിവേറ്റീവ് 3x² എന്ന് വരും. ദാറ്റ് ഈസ് 60x². വേണമെങ്കിൽ നമുക്ക് ഇനിയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അടുത്ത ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഡെറിവേറ്റീവ് കിട്ടും. ഡിനോട്ടഡ് ബൈ d⁴y/dx⁴. ദാറ്റ് ഈസ് ഈക്വൽസ് ടു 60 into x² ഡെറിവേറ്റീവ് 2x. ദാറ്റ് ഈസ് ഈക്വൽസ് ടു 120x. ഇങ്ങനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇവരെ നമ്മൾ പറയുന്ന പേരാണ് സക്സസീവ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ y എന്നും, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ dy/dx എന്നും, സെക്കൻഡ് ഡെറിവേറ്റീവിനെ d²y/dx², തേർഡിനെ d³y/dx³, എക്സെട്ര. ഇതാണ് ഇവർക്ക് യൂസ് ചെയ്ത ഡിനോട്ടേഷൻ. അല്ലെങ്കിൽ വേറെയും ഡിനോട്ടേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമുക്ക് y' എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവിനെ y" എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. തേർഡ് ഡെറിവേറ്റീവിനെ y3' എന്ന് ഡിനോട്ട് ചെയ്യാം. ഫോർത്ത് ഡെറിവേറ്റീവിന് ഒന്നെങ്കിൽ y4' കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് y എന്ന് എഴുതിയിട്ട് റോമൻ ലെറ്ററിൽ 4 എന്ന് എഴുതിയാലും അത് ഫോർത്ത് ഡെറിവേറ്റീവിനാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഡിനോട്ടേഷൻ നമ്മൾ ചില സമയങ്ങളൊക്കെ യൂസ് ചെയ്തോളൂ 4' എന്ന്. കാരണം ഇപ്പോൾ ഒരു 10th ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ 10' ഇട്ട് വെക്കത്തില്ല. പകരം y റോമൻ ലെറ്ററിലായിരിക്കും 10 നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഡിനോട്ടേഷൻസ് കൂടെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ വേറൊരു ഡിനോട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഫംഗ്ഷൻ y ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ y1 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവിനെ y2, തേർഡ് ഡെറിവേറ്റീവിനെ y3, ഫോർത്ത് ഡെറിവേറ്റീവിനെ y4. ഇതും ഡെറിവേറ്റീവ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിനോട്ടേഷൻ ആണ്. ഓക്കെ, നമുക്ക് ആദ്യമേ കുറച്ച് ഫംഗ്ഷൻ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. നമ്മൾ സാധാരണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഡിഫറൻഷിയേഷൻ ഒന്നിലധികം ചെയ്യണമെന്നേ ഉള്ളൂ. By the problem, find d²y/dx² if y equals to x³ plus tan x. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx കാൽക്കുലേറ്റ് ചെയ്യാം. x³ ന്റെ ഡെറിവേറ്റീവ് 3x² ആണ്, പ്ലസ് tan x ന്റെ ഡെറിവേറ്റീവ് sec²x. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ d²y/dx² ഈക്വൽസ് ടു 3 കോൺസ്റ്റന്റ് ആണ്, x² ഡെറിവേറ്റീവ് 2x പ്ലസ് sec²x. ഇത് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അതിന് നമ്മൾ x² ഫോമിൽ എടുക്കും, ശരിയല്ലേ? sec(x) the whole square ആയിട്ട് കാണുന്നതിനെ sec(x) the whole square. അപ്പോൾ x² ആണ്, x² ഡെറിവേറ്റീവ് 2x ആണ്. സോ 2 into sec(x) എന്ന് വരും. ഇനി into x ന് പകരം ആരെ യൂസ് ചെയ്തോ അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ പോകും. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sec(x) ന്റെ ഡെറിവേറ്റീവ് sec(x) tan x. സോ ദാറ്റ് ഈസ് ഈക്വൽസ് ടു 6x plus 2 sec²x tan x. സോ ഇതായിരിക്കും അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, y is equals to x³ log x. Find y double dash. Y double dash means second derivative calculated. നമുക്ക് ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് നോക്കാം. y dash
പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ബൈ അല്ല ലോഗ് എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർഡ്. സോ ഇവിടെ ഒരു x ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇത് x സ്ക്വയർ എന്നാണ് പ്ലസ് 3x സ്ക്വയർ ലോഗ് എക്സ് എന്ന് വരും. ഇതാണ് നമ്മുടെ y ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ y ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ x സ്ക്വയർ ഡെറിവേറ്റീവ് 2x പ്ലസ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ 3x സ്ക്വയറും സെക്കൻഡ് ഫംഗ്ഷൻ log x ആയിട്ട് എടുക്കുക. സോ ഫസ്റ്റ് ഫംഗ്ഷൻ 3x സ്ക്വയർഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1 by x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഡെറിവേറ്റീവ് 6x എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽസ് ടു 2x പ്ലസ് ഇവിടെ വീണ്ടും നമുക്ക് ഒരു x കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 3x വരും പ്ലസ് 6x log x. സോ ദാറ്റ് ഈസ് ഈക്വൽസ് ടു 2x പ്ലസ് 3x എന്ന് പറയുന്നത് 5x ആണ് പ്ലസ് 6x log x. So y double dash is equals to 5x plus 6x log x. What is the problem? Y equals to log x. Find y2. Second derivative ഇവിടെ. ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. y1 is equals to log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. സോ ഇത് 1 by log x into log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. സോ 1 by x log x. ഇനി ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y2 ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് 1 by x ഫോം ആണ്, ശരിയല്ലേ? 1 by ഇത് ഇത്ര x ആയിട്ട് ട്രീറ്റ് ചെയ്യാം. 1 by x ന്റെ ഡെറിവേറ്റീവ് -1 by x സ്ക്വയർ ആണ്. സോ ഇത് -1 by x ന് പകരം x log x the whole square വരും. 1 by x ആയിട്ട് കാണുക. 1 by x ന്റെ ഡെറിവേറ്റീവ് -1 by x സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് മൾട്ടിപ്ലൈ ആണ്. പക്ഷേ x log x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് കിട്ടും. സോ x log x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x into derivative of second 1 by x plus second function log x into derivative of first 1. So ഇവിടെ x വെട്ടി പോകും. Minus of ഇത് 1 plus log x now 1 plus log x divided by x log x the whole square. So ഇതായിരിക്കും second derivative. Y equals to tan inverse of x. Find y double dash. ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫംഗ്ഷൻ tan inverse of x ആണ്. നോക്കാം നമുക്ക്. y dash ആദ്യം എടുക്കാം. y dash is equals to tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x squared ആണ്. ഓക്കേ, ഇനി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y double dash. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 by x ആണ്. അപ്പോൾ ഇത് ഇത്ര x ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇത് 1 by x ആണ്. 1 by x ന്റെ ഡെറിവേറ്റീവ് -1 by x square, അതായത് 1 plus x square the whole square into ഇയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. 1 plus x square ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. സോ ആൻസർ -2x divided by 1 plus x square the whole square. സോ d square y by dx square കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ട് തവണ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില സമയം നമുക്ക് y തന്നിട്ട് ഇതുപോലത്തെ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്ന ഒരു ഇക്വേഷനോട് റെഡ്യൂസ് ചെയ്യാൻ പറയും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. y equal to 5 cos x minus 3 sin x. Show that d square y by dx squared plus y equals to 0. അപ്പോൾ ഒരു വഴി എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് y ആണ്, dy by dx കണ്ടുപിടിക്കാം, d square y by dx കണ്ടുപിടിക്കാം. അവരുടെ വാല്യൂ എല്ലാം എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഈക്വൽ ടു 0 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. y തന്നിട്ടുണ്ട്, dy by dx എടുക്കുക, d square y by dx സ്ക്വയർ എടുക്കുക, എന്നിട്ട് d square y by dx സ്ക്വയർ y എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമായിട്ട് ആഡ് ചെയ്ത് നോക്കുക. 0 വരുന്നുണ്ട് എങ്കിൽ പ്രൂഫ് കംപ്ലീറ്റ് ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇതിലോട്ട് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dy by dx equals to ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy by dx is equals to
ഫസ്റ്റ് ഫംഗ്ഷൻ സോറി 5 into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്, മൈനസ് 3 into sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഓക്കെ, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d square y by dx square equals to മൈനസ് 5 into sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്, മൈനസ് cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. സോ ഇത് പ്ലസ് ആകും 3 sin x. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 cos x മൈനസ് 3 sin x ആണ്. രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മൈനസ് 5 cos x പ്ലസ് 3 sin x ആണ്. ഒന്ന് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 0 ആണെന്ന് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ മതി. മൈനസ് പുറത്തെടുക്കുമ്പോൾ അത് 5 cos x ഇവിടെ മൈനസ് ആകും, മൈനസ് 3 sin x എന്ന് വരും. അതാരാണ് 5 cos x മൈനസ് 3 sin x ആണ് നമ്മുടെ y. സോ അതിന് പകരം മൈനസ്, ഇതിന് പകരം y എന്ന് കൊടുക്കുക. സോ d square y by dx square equals to മൈനസ് y എന്ന് കിട്ടും. അതിൽ നിന്ന് മൈനസ് y പുറത്ത് വരുമ്പോൾ d square y by dx square പ്ലസ് y equals 0. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കുക, കറക്റ്റ് അതിലോട്ട് ഡെഡ്യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ തരുന്ന ഇക്വേഷനിൽ നിന്ന് അതിലോട്ട് നേരിട്ട് ഡെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. Question y equal to 3 cos log x plus 4 sin log x. Show that x square y2 plus x y1 plus y equals to 0. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിനകത്ത് y1 ഉം y2 ഉം y യുടെ വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ചെയ്യാം ഡയറക്ട്ലി. പക്ഷെ അത് കഴിയുന്നതും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക, റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് അതിലോട്ട് പോകാൻ നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ y1 കിട്ടും. y1 is equals to 3 into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. സോ മൈനസ് sin log x into log x ന്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് 4 into sin x ന്റെ ഡെറിവേറ്റീവ് cos x വരും. സോ cos log x into log x ന്റെ ഡെറിവേറ്റീവ് 1 by x. ഇവിടെ രണ്ടിടത്തും 1 by x വരുന്നുണ്ട്. സോ മൈനസ് 3 sin log x plus 4 cos log x whole divided by x. Okay, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഡെഡ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ കോഷൻ റൂൾ അനുവദിക്കാൻ പാടില്ല. കാരണം കോഷൻ റൂൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കോംപ്ലിക്കേറ്റഡിലോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോഷൻ ആണ് വരുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഒരു കാരണവശാലും കോഷൻ റൂൾ ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റിലോട്ട് എഴുതുക, എന്നിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇതിനെ ലെഫ്റ്റിലോട്ട് എഴുതി കഴിഞ്ഞാൽ എക്സ് y1 ഈക്വൽ ടു മൈനസ് സൈൻ ലോഗ് എക്സ് പ്ലസ് 4 കോസ് ലോഗ് എക്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ എടുത്താൽ മതി. പ്രോഡക്റ്റ് റൂൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ into derivative of second y1 derivative y2 plus second function y1 into derivative of first 1 ആണ് equals minus 3 into sin x ന്റെ derivative cos x ആണ്. so cos log x into log x ന്റെ derivative 1 by x plus 4 into cos x ന്റെ derivative minus sin log x into log x ന്റെ derivative 1 by x വരും. okay, so x y2 plus y1 equals to വീണ്ടും രണ്ടിടത്തും ഡിനോമിനേറ്ററിൽ x ഉണ്ട്. സോ മൈനസ് 3 cos log x മൈനസ് 4 sin log x ഹോൾ ഡിവൈഡഡ് ബൈ x. സോ ഈ x ഇവിടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. സോ x into x y2 plus y1 ഈക്വൽ ടു ഇതിന്റെ ഇത് മൈനസ് അങ്ങ് കോമൺ എടുക്കുക. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 cos log x plus 4 sin log x വരും. ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നിരിക്കുന്ന വാല്യൂ, ശരിയല്ലേ? 3 cos log x plus 4 sin log x അതാണ് y. സോ അതിന് പകരം നമുക്ക് y എന്ന് കൊടുക്കുക. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ x സ്ക്വയർ y2 plus x y1 equals minus y. സോ ഈ മൈനസ് y യുടെ പുറത്ത് വരുമ്പോഴത്തേക്കും x സ്ക്വയർ y2 plus x y1 plus y equals to 0 നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷനിലോട്ട് ഡിഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ രീതി വേണം എപ്പോഴും അറ്റംപ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്.
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതി കഴിവതും ചെയ്യരുത്. വാല്യൂസ് കണ്ടുപിടിച്ച് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കിട്ടും, പക്ഷേ ബെറ്റർ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു കാരണവശാലും കോഷൻ റൂൾ വരാൻ അനുവദിക്കില്ല. എവിടെയെങ്കിലും കോഷൻ റൂൾ കണ്ടു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്റർ ലെഫ്റ്റിലോട്ട് ഇട്ടിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് റൂളായിട്ട് മാറും. കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അടുത്തത് y equals tan inverse of x is whole square. Show that x square plus 1 the whole squared y2 plus 2x into x squared plus 1 y1 equals 2. Okay. നോക്കാം നമുക്ക്. ഇവിടെയും എനിക്കിത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ y1 is equals to x square ആണ്. x square ഡെറിവേറ്റീവ് 2x വരും. സോ 2 tan inverse x into tan inverse of x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. So y1 equals to 2 tan inverse x by 1 plus x square. അപ്പോൾ അടുത്ത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോഷൻ റൂൾ വരും. അത് നമ്മൾ അനുവദിക്കത്തില്ല. ഇതിനടുത്ത് ലെഫ്റ്റിലോട്ട് എഴുതുക. സോ 1 plus x square y1 is equals to 2 tan inverse x എന്നാകും. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ വരും. ഫസ്റ്റ് ഫംഗ്ഷൻ 1 plus x square into derivative of second y2 plus second function y1 into derivative of first എടുക്കുമ്പോൾ 2x വരും equals to 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. അപ്പോൾ വീണ്ടും ഒരു 1 by 1 plus x square വന്നു. അതിനെയും നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു 1 by 1 plus x square കൂടെ വരും. സോ 1 plus x square the whole square ആകും y2 പ്ലസ് ഇവിടെ 2x into ഒരു 1 plus x square വന്നിട്ടുണ്ട് into y1 equals to 2. നമുക്കത് പ്രൂവ് ആവുകയും ചെയ്യും ഡയറക്റ്റ്ലി. പെട്ടെന്ന് അത് റെഡ്യൂസ് ആയി കിട്ടുകയും ചെയ്യും.